യേശുവിന് എന്നെ അറിയാമോ? നിത്യജീവൻ്റെ ഗതിവിഗതികൾ നിർണയിക്കുന്ന ചോദ്യം. ഈ ലോകജീവിതത്തിൽ യേശുവിൻ്റെ സ്വരത്തിന് ഒരിക്കൽ പോലും കാതോർക്കാത്തവർക്കുള്ള ഉത്തരം ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നതായിരിക്കും. ഏറ്റവും ഭയാനകമായ നിമിഷമാണ് ഈ ജീവിതത്തിൽ വൈദികനും സന്യസ്തയും അൽമായരുമായെല്ലാം സഭയിൽ സേവനം ചെയ്തിട്ടും അവസാനം മത്തായി 7:23 പറയുന്നത് പോലെ യേശുവിൻ്റെ അതിരത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ എന്ന ശബ്ദം കേൾക്കാൻ ഇടയാവുന്നത്. തിരിച്ചുവരവിന് സാധ്യതകൾ ഇല്ലാത്ത വേർപാടാണ് ഈ ഭീകര ശബ്ദത്തിനപ്പുറം ഒരുവനെ കാത്തിരിക്കുന്നത്. കരുണയുടെ വാതിലുകൾ പൊട്ടിയടയ്ക്കപ്പെടുന്നു ഈ നിമിഷത്തിൽ. എന്താണ് ഒരുവനെ യേശുവിന് അന്യനാക്കുന്നത്? അത് മത്തായി 7:23 പറയുന്നത് പോലെ അനീതിയുടെ പ്രവൃത്തിയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യോഹന്നാൻ 10:27 കൂടുതൽ വ്യക്തമായി ഈശോ പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. യേശുവിൻ്റെ സ്വരം കേൾക്കുക എന്നതാണ് യേശു നമ്മെ അറിയാനുള്ള മാനദണ്ഡം. ഈ ജീവിതത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന 2 വഴിയേ ഉള്ളൂ. നാം എല്ലാവരും അജഗണമാണ്, അഥവാ ആട്ടിൻപറ്റമാണ്. എന്നാൽ ആരെല്ലാം യേശു നയിക്കുന്ന അജഗണത്തിൽ ആയിരിക്കുന്നു എന്നതാണ് പ്രധാനം. യേശുവിൻ്റെ കൂടെ അല്ലെങ്കിൽ നാം ഓട്ടോമാറ്റിക്കലി യേശുവിൻ്റെ എതിരായി മാറുന്നു. യോഹന്നാൻ 10:27 പറയുന്നത് പോലെ അവൻ്റെ അജഗണം അവിടുത്തെ സ്വരം ശ്രവിക്കുന്നു, അവനെ അനുഗമിക്കുന്നു. സ്വരം ശ്രവിക്കാത്ത മുഴുവൻ പേരും യേശുവിൻ്റെ അജഗണത്തിന് പുറത്താണ്. അവർ മത്തായി 12:30 അനുസരിച്ച് യേശുവിന് എതിരാണ്. എന്നോടുകൂടെ അല്ലാത്തവർ എൻ്റെ എതിരാളിയാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. ശബ്ദം കേൾക്കാത്തവൻ വേഗത്തിൽ അവൻ പോലും അറിയാതെ യേശുവിന് എതിരാകുന്നു. 2 കൂട്ടം മനുഷ്യർ മാത്രമേ ലോകത്തിലുള്ളൂ: യേശുവിൻ്റെ കൂടെയുള്ളവർ, യേശുവിന് എതിര് നിൽക്കുന്നവർ. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യേശുവിൻ്റെ സ്വരം ശ്രവിക്കുന്നവർ, യേശുവിൻ്റെ സ്വരം നിരാകരിക്കുന്നവർ. ശബ്ദം കേൾക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. ചിലരെങ്കിലും പറയും, യേശു നല്ലൊരു ഗുരുവാണ്, അവനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. എന്നാൽ ഞാൻ യേശു പറഞ്ഞതുപോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. യേശുവിനോട് എതിർപ്പില്ലെങ്കിലും ഞാൻ എൻ്റെ സ്വന്തം മാർഗത്തിൽ ജീവിക്കുന്നയാളാണ്. ഈ തീരുമാനം ആ വ്യക്തിയെ അവനല്ലെങ്കിൽ അവൾ പോലും അറിയാതെ യേശുവിൻ്റെ എതിരാക്കി മാറ്റുന്നു. സ്വരം കേൾക്കാത്തവൻ എതിരാളിയാണെന്ന തിരിച്ചറിവിനോട് ചേർത്ത് വായിക്കുമ്പോൾ ദേവാലയത്തിലെ മുടക്കം കൂടാതെയുള്ള പങ്കുചേരലോ, ഭക്തസംഘടനകളിലെ ഭാഗഭാഗിത്വമോ, നമ്മുടെ ഭക്താഭ്യാസങ്ങളോ, നന്മ പ്രവൃത്തികൾ പോലുമോ യേശുവിന് അറിയാവുന്നവരാക്കി നമ്മെ മാറ്റുന്നില്ല. സുവിശേഷം നമ്മെ സജ്ജമാക്കുന്ന ദൈവിക സത്യങ്ങളുടെ അനുസരണമാണ് ദൈവസ്വരത്തോടുള്ള നമ്മുടെ ക്രിയാത്മകമായ പ്രതികരണം. ഈ അനുസരണം നമ്മെ യേശുവിന് പരിചയമുള്ളവരാക്കുന്നു. ഇടയനെ കേൾക്കുന്ന ആട് ആ ഇടയൻ്റെ തന്നെ ആടായിരിക്കും എന്നുള്ള സിമ്പിൾ ലോജിക്കിലാണ് ഈ നല്ല ഇടയൻ്റെ ഞായറാഴ്ചയിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അടുത്ത വാക്യം യോഹന്നാൻ 10:28 ദൈവസ്വരം ശ്രവിച്ച് യേശുവിനെ അനുഗമിക്കുന്നവർക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല, അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. യേശുവിനെ ശ്രവിക്കുന്നവന് അവിടുന്ന് തന്നെ നിത്യജീവൻ നൽകുന്നു. നാം സ്വന്തം ഇഷ്ടപ്രകാരം യേശുവിനെ ഉപേക്ഷിച്ച് പോകാത്തിടത്തോളം അവിടുന്ന് ഒരിക്കലും നമ്മെ തള്ളിക്കളയുകയോ അവിടുത്തെ കയ്യിൽ നിന്ന് ദുഷ്ടൻ നമ്മെ പിടിച്ചെടുക്കുകയുമില്ല. ദുഷ്ടൻ നമ്മെ തൊടുകയില്ല. നാം യേശുവിനെ ശ്രവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവസ്വരത്തിനായി കാതോർക്കാം. എൻ്റെ സ്വന്തം നേട്ടത്തിന് വേണ്ടിയല്ലാതെ
ആത്മീയ നന്മകൾക്ക് പോലുമല്ലാതെ ഒന്നിനു വേണ്ടിയല്ലാതെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ദൈവസ്വരം നമ്മെ തേടിയെത്തും. ദൈവകൃപ നാം എല്ലാവരിലും സമൃദ്ധമാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.